കൂട്ടിലങ്ങാടി പഞ്ചായത്ത് 17-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ മത്സരിച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നസീറ നാസർ വിജയിച്ചു. 774 വോട്ട് നേടിയാണ് ത്രികോണ മത്സരത്തിൽ നസീറ നാസർ വിജയിച്ചത്. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് 17-ാം വാർഡിൽ നടന്ന ത്രികോണ മത്സരത്തിൽ ലീഗ് പിന്തുണച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നസീറ നാസർ വിജയിച്ചു. ആകെ പോൾ ചെയ്ത 1129 വോട്ടിൽ 774 വോട്ട് നേടിയാണ് നസീറ നാസർ വിജയിച്ചത്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ത്രികോണ മത്സരമാണ് നടന്നത്. UDF ഭിന്നത മൂലം കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. UDF പിന്തുണയുടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നസീറ നാസർ UDF ജനകീയ ഐക്യമുന്നണി എന്ന പേരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KT റഫിയ മൊബൈൽ ഫോൺ ചിഹ്നത്തിലും UDF പാനലിൽ കോൺഗ്രസ് പ്രതിനിധി ജുബൈരിയ ഏലച്ചോല കൂട്ട ചിഹ്നത്തിലുമാണ് മത്സരിച്ച്. വാർഡിൽ 1416 വോട്ടർമാരാണുള്ളത്. വെൽഫെയർ പാർട്ടി പ്രതിനിധിയായി മത്സരിച്ച NK മെഹറുന്നയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. മെഹറുന്നഷ 334 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിച്ചത്. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് 12-ാം വാർഷികാനുബന്ധിച്ചൊരു അടിപൊളി ഓഫർ എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന്റെ ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.